ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രസവിക്കാറാകുമ്പോഴത്തേന് ഒന്നുകിൽ വിദേശ രാജ്യത്ത് നിന്ന് ലേഡീസ് നാട്ടിലെത്തുക, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് പ്ലേസിൽ നിന്നും അവരുടെ ഹോം പ്ലേസിലോട്ട് ഡെലിവറിക്ക് പോവാം. അപ്പം ഇങ്ങനെ ഒരു അവസാനത്തെ ഒരു 3-4 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ, അത് പലർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു അങ്കലാപ്പും ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മൾ ഡോക്ടറെ അല്ലെങ്കിൽ ആശുപത്രി മാറ്റേണ്ടി വരുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പ്രസവം എന്ന് പറയുന്നത് ഒരു സങ്കീർണത നിറഞ്ഞൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഒരു ആശുപത്രിയിൽ തന്നെ കണ്ടുവരുന്നത് എപ്പോഴും അഭികാമ്യമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു അവസാനത്തെ 3 മാസം വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ എവിടെയാണോ ഡെലിവറി പ്ലാൻ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലുമായി തുടക്കം മുതൽ തന്നെ ഒരു ലൈസനിങ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, നമ്മൾ എവിടെയാണോ ഇനിഷ്യൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റെക്കോർഡ്സ് എല്ലാം ഭംഗിയായി ചിട്ടയായി ക്രോഡീകരിച്ച് വയ്ക്കുക. കാരണം നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന ചില സ്കാനിങ്, ചില ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ ഒരു ഡെലിവറിയുടെ സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഡേറ്റിംഗ് എന്ന് പറയും. ഇപ്പം സപ്പോസ് കൊച്ചിന് വളർച്ചയുടെ കുറവ് വരുന്നു, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യത്തെ 3 മാസം ചെയ്ത സ്കാനിങ് വെച്ചായിരിക്കും മിക്കവാറും നമ്മൾ ബേബിയുടെ ഗ്രോത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറാറുണ്ട്. അപ്പം ഡെലിവറി എവിടെ പ്ലാൻ ചെയ്തു അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രിവിലേജാണ്, അതിനാർക്കും മാറ്റമില്ല. പക്ഷേ ആ പ്രസവം സുഖകരമായി അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആസ് എ ഡോക്ടർ, ആസ് എ പേഷ്യൻറ്റ്, നമ്മൾ ഒരു ഷിഫ്റ്റിംഗ് എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുമാണ്.